പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, ED കൂടി ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇതിന് മുന്നത്തെ സിറ്റിങ്ങിൽ പറഞ്ഞിരുന്നത് ഞാൻ ഇതിൻ്റെ നിക്ഷേപകർക്ക് പണം കൊടുക്കും, അവർ ഇട്ട പൈസ ഞാൻ തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലാണ്. എന്നാൽ അടുത്ത സിറ്റിങ്ങിൽ കോടതി എന്തായാലും ഇതിൻ്റെ വാദം നടക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് പണം തരും എന്നാണ് നിക്ഷേപകരായ ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തിനാണ് ഈ ഒരു കേസിൽ ED കക്ഷി ചേരുന്നതിനെ എല്ലാ രീതിയിലും ഹൈറിച്ചിൻ്റെ വക്കീൽ എതിർക്കുന്നതായും നമ്മളവിടെ കണ്ടു. അപ്പോൾ പറഞ്ഞത്, ഞാനിവിടെ ചെയ്യുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നും ഒളിച്ചു വെച്ചുള്ള കാര്യങ്ങൾ എനിക്കില്ല എന്ന രീതിയിലാണ് കോടതി പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തിനാണ് EDയെ കക്ഷി ചേർത്തിരിക്കുന്നത്, ED വരണമെന്ന് പറയുന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിക്ഷേപകർക്ക് പണം കൊടുക്കുന്നതിൽ EDയുടെ എന്താണ് നിലപാട് എന്നതിനെക്കുറിച്ച് ആരായാൻ വേണ്ടി മാത്രമാണ് ഈ കേസിൽ EDയെ കക്ഷി ചേർന്നിരിക്കുന്നത് എന്ന് എല്ലാവർക്കും തന്നെ ഈ കേസിനെ മനസ്സിലാക്കുന്ന, ഈ കേസിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കുന്ന ആർക്കും തന്നെ മനസ്സിലാവും. നിക്ഷേപകർക്ക് പണം കൊടുക്കുന്നതിൽ EDക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ, ED കൂടി ഫ്രീസ് ചെയ്ത പണം നിക്ഷേപകർക്ക് കൊടുക്കുന്നതിന് EDയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് EDയെ കക്ഷി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക, മറ്റു രീതിയിലും എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. എന്നാൽ എനിക്കും കൂടി അറിയാൻ സാധിക്കും നിങ്ങളുടെ വ്യൂ എന്താണ് ഇതിനെക്കുറിച്ച്. കേസ് 23-ാം തീയതി ആണ് പറഞ്ഞിരുന്നത്. ഇത് 25-ാം തീയതി, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ അടുത്ത സിറ്റിങ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. എന്നാൽ ഇതിൻ്റെ ഇടക്കാല ഉത്തരവ് വന്ന സമയത്ത് അത് 26-ാം തീയതി ആയിരിക്കും അടുത്ത സിറ്റിങ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതുവരേക്കും ഇന്ന് വൈകിട്ട് ഇതിൻ്റെ ലിസ്റ്റുകൾ എല്ലാം തന്നെ വന്നു കഴിഞ്ഞു, നാളത്തെ സിറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. എന്നാൽ നാളത്തെ സിറ്റിങ്ങിൽ ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നാളെ വാദം നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും തന്നെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് പോലും ഈ കമ്പനി ഇനി തിരിച്ചു വരികയില്ല, ഈ കമ്പനി ഇനി കേസ് കഴിഞ്ഞതിന് ശേഷം പണവിതരണം മാത്രമേ ഉണ്ടാവൂ എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ സൊസൈറ്റിയിൽ അകപ്പെട്ട് തല പോവാത്ത ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇത് എത്രയും പെട്ടെന്ന് ക്ലെയിം പെറ്റീഷൻ കൊടുക്കണം. ക്ലെയിം പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിക്ഷേപകർക്കുള്ള ഇടക്കാല ആശ്വാസം കോടതി അനുവദിക്കും എന്ന രീതിയിലാണ്. കോടതി അത് പ്രത്യേകം പറയുകയും ചെയ്യും. 2 വർഷമായിട്ടും ഇതെന്തുകൊണ്ട് നിക്ഷേപകർക്ക് പണം കിട്ടിയിട്ടില്ല എന്ന രീതിയിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ നിരീക്ഷണം ഉണ്ടായിരുന്നു. അത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ മെറിറ്റ് വാദം കഴിഞ്ഞിട്ട് മതി എന്ന രീതിയിലാണ് കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. എന്നാൽ EDയുടെ നിലപാട് വ്യക്തമാക്കുന്നതോടുകൂടി അതിലും ഒരു തീരുമാനമുണ്ടാകും. എന്തായാലും ബോണ്ടുകൾ ഇറക്കിയ കമ്പനി കേരളത്തിൽ വളരെ ചുരുക്കമാണ്. കേരളത്തിൽ പല മണി ചെയിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി ഇത്തരത്തിൽ ബോണ്ടുകൾ ഇറക്കി വളരെ വ്യാപകമായ രീതിയിൽ പ്രചാരണം നടത്തി കാസർഗോഡ് മുതൽ കണ്ണൂർ, തിരുവനന്തപുരം വരെ ഉജ്ജ്വലം പരിപാടി നടത്തി ബോണ്ടുകൾ ഇറക്കി പണം സമാഹരിച്ച് ഉള്ള കമ്പനി ഹൈറിച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ, 10,000-ത്തിലധികം ആൾക്കാർ ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നത്.